പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. വളരെ ഗൗരവമുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കണ്ണൂരിലെ ADM ആയിരുന്ന ശ്രീ നവീൻ ബാബുവിൻ്റെ മരണം ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു എന്ന് നമുക്ക് പറയാതെ വയ്യ. അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ച ഒരു ഹർജി ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്പോസൽ സംബന്ധിച്ചിട്ടുള്ള വിവരം, ഇല്ലെങ്കിൽ അതിനെ തുടർന്ന് കോടതി ചെയ്തിട്ടുള്ള വിധി എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആ വിധിയുടെ പകർപ്പ് പൂർണ്ണമായും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് കോടതിയുടെ നിഗമനങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ട വിവരം. തീർച്ചയായിട്ടും ഇതൊരു പൊതു താൽപ്പര്യ വിഷയമായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കേൾക്കണം. കേസ് സംബന്ധമായ, എസ്പെഷ്യലി ക്രിമിനൽ കേസ് സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുള്ളവരും ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണുക, സ്കിപ്പ് ചെയ്യരുത് എന്നൊരു അപേക്ഷയുണ്ട്. കാരണം ഇത് ശരിയായ രീതിയിൽ നമ്മൾ അറിയേണ്ട ചില വിവരങ്ങൾ ഉണ്ട്. ഒരു CBI അന്വേഷണം ഏതൊക്കെ കേസുകളിലാണ് വരേണ്ടത് എന്നുള്ള കോടതിയുടെ കണ്ടെത്തൽ, ഹൈക്കോടതിയുടെ കണ്ടെത്തൽ കൂടിയാണ് ഈ എപ്പിസോഡ്. 6ൽ പരം പ്രധാനപ്പെട്ട കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ CBI അന്വേഷണം വേണം എന്നുള്ള മഞ്ജുഷ, അതായത് നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ നൽകിയ പെറ്റീഷൻസ് കോടതി നിരസിച്ചത്. ഇത് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് എന്തൊക്കെയാണ് കോടതിയുടെ ഫൈൻഡിങ്സ്, എന്തൊക്കെയാണ് മഞ്ജുഷയുടെ വാദങ്ങൾ, മഞ്ജുഷയ്ക്കെതിരായി ഗവൺമെൻറ് എന്തൊക്കെയാണ് കോടതിയിൽ പ്രോസിക്യൂട്ടർ വഴി സമർപ്പിച്ചത്, ആ വിവരങ്ങളെല്ലാമാണ്. ഈ കേസിൻ്റെ നമ്പർ WPC ക്രിമിനൽ 1297/2024 കേസിൻ്റെ നമ്പർ. ഇതിൻ്റെ വിധി പറഞ്ഞത് 6/1/2025 മഞ്ജുഷ 49 വയസ്സുള്ള മഞ്ജുഷ എന്ന ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യയാണ് ഈ പെറ്റീഷൻ സമർപ്പിച്ചത്. അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് CBI എൻക്വയറിയാണ്. അവർ CBIയെ ഇതിനകത്ത് പ്രതിയാക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് സ്വാഭാവികമായും പ്രതിസ്ഥാനത്തേക്ക് വരും. പിന്നെ SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കണ്ണൂർ വരുന്നുണ്ട്. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഇതിനകത്ത് വരുന്നുണ്ട്. കൗസർ എടപ്പകത്ത് എന്ന ജഡ്ജിയാണ് ഈ കേസിൻ്റെ വിധി പറഞ്ഞത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട വാദം എന്ന് പറഞ്ഞാൽ, അതായത് മഞ്ജുഷ ഉയർത്തിയ വാദം എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ഇൻക്വസ്റ്റ് വാസ് നോട്ട് കണ്ടക്റ്റഡ് പ്രോപ്പർലി. ഇതാണ് പ്രധാനപ്പെട്ട അവരുടെ പോയിന്റുകളിൽ നമ്പർ 1 എന്ന് പറയാവുന്നത്. ശരിയായ രീതിയിലല്ല അന്വേഷണം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴുത്തിലെ ലിഗ്നേറ്റ് മാർക്സ് എന്ന് പറയുന്നത് ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല. കഴുത്തിലുണ്ടായിട്ടുള്ള പാട്, കുരുക്കുമായി ബന്ധപ്പെട്ടുള്ള പാട് ശാസ്ത്രീയമായി വിശകലനം നടത്തിയിട്ടില്ല. ഒരു ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയെ തുടർന്ന് ശരീരത്തിൽ കാണുന്ന ഫ്ലൂയിഡ്സുകൾ ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഒരു സൂയിസൈഡ് അല്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളും മഞ്ജുഷ തൻ്റെ പെറ്റീഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഇത് സൂയിസൈഡല്ല, ഹോമിസൈഡായി തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ള വാദഗതികളാണ് പറഞ്ഞത്. അതിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കണ്ടതായ രക്തക്കറ, അടിവസ്ത്രത്തിലെ രക്തക്കറ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എങ്ങും തന്നെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതും അവർ ചൂണ്ടിക്കാണിച്ചു. കൂടാതെ ഈ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലൊന്നുമല്ല ഇൻക്വസ്റ്റോ പോസ്റ്റ്മോർട്ടമോ നടത്തിയത് എന്നും അവർ പറയുന്നു. ഇവരുടെ സാന്നിധ്യം ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും മറ്റൊരു കാര്യം കൂടി മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിലെ യഥാർത്ഥ ഇപ്പോൾ ഈ സൂയിസൈഡിലേക്ക് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി പാർട്ടി സ്വാധീനമുള്ള, ഭരണ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അവർക്ക് സ്വാധീനമുള്ളൊരു ഭരണവും ആ ഭരണത്തിന് കീഴിലുള്ള പോലീസ് അന്വേഷണവും ആയതുകൊണ്ട് തന്നെ ഈ പോലീസ് അന്വേഷണം നീതിപരമാവില്ല. അതുകൊണ്ട് മറ്റൊരു ഏജൻസി, ഒരു സെൻട്രൽ ഏജൻസി എന്നുള്ള നിലയിൽ CBIയെ തന്നെ ഇത് ഏൽപ്പിക്കണം എന്നുള്ളതാണ് വാദം. ഈ വാദത്തിനെ തുടർന്നുള്ള ചില കാര്യങ്ങൾ കൂടി പറയാം.
ഇൻക്വസ്റ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അല്ല എന്നുള്ളതാണ്. അതുപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായ സമയത്ത് എടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു. CCTV ഫൂട്ടേജുകൾ കൃത്യമായും ശേഖരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പ്രാഥമിക ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോഴുമില്ല, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നപ്പോഴും അവരും അത് എടുത്തിട്ടില്ല എന്ന് ആരോപണമുണ്ടായിരുന്നു. ജില്ലാ കളക്ടറുടെയും അതേപോലെ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി ഈ പെട്രോൾ പമ്പിന് വേണ്ടി ഉള്ള അപേക്ഷ കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് കൈക്കൂലി കൊടുത്തു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ തന്നെ ഈ രണ്ടുപേരുടെ, ജില്ലാ കളക്ടറുടെയും പ്രശാന്തിൻ്റെയും ഒന്നും ഫോൺ രേഖകൾ കൃത്യമായും പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. ബന്ധുക്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായും തന്നെ എടുക്കേണ്ട സമയപരിധിക്കുള്ളിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത് സൂയിസൈഡ് നോട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഒരാൾ മരണപ്പെടുമ്പോൾ സൂയിസൈഡ് നോട്ട് സ്വാഭാവികമായും എഴുതി വയ്ക്കും. അത് കണ്ടെടുത്തിട്ടില്ല. അഥവാ ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒളിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അവർ സൂചിപ്പിച്ചു. മാത്രമല്ല SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ രൂപഘടന തന്നെ നിയമപരമായ രീതിയിലല്ല നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടിയ പ്രധാന കാര്യം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ, ഈ വാദഗതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കോടതി കേസ് ഡയറി ഹാജരാക്കാൻ ആദ്യം ഒരു നിർദ്ദേശം കൊടുത്തിരുന്നത് നിങ്ങളെല്ലാം ഈ വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകാം. അതിനെ തുടർന്ന് ഈ നെട്ടോട്ടം ഓടുകയായിരുന്നു പോലീസ് എന്നൊരു എപ്പിസോഡ് തന്നെ ഈ ചാനലിൽ ചെയ്തിരുന്നു. എന്തായാലും കേസ് ഡയറി ഒടുവിൽ കോടതിയിൽ ഹാജരാക്കി. ആ കേസ് ഡയറി പൂർണ്ണമായിട്ടും കോടതി പരിശോധിച്ചു. കോടതി ഇതിനകത്ത് കണ്ടെത്തിയ കേസ് ഡയറിയിൽ പറഞ്ഞതിൻ്റെ പ്രകാരമുള്ള കാര്യങ്ങൾ കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന്, SI സവ്യസാചി എന്ന് പറയുന്ന കണ്ണൂരിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അത് കൃത്യമായ രീതിയിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ തന്നെ ആരംഭിച്ചു. അദ്ദേഹത്തിനോട് ഒപ്പം തന്നെ ഫോറൻസിക് സയൻസ് വിദഗ്ധർ ഉണ്ടായിരുന്നു, അതുപോലെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. 10:15 തുടങ്ങി 11:45 വരെ ആദ്യ ദിവസം തന്നെ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനെ തുടർന്നാണ് ഇൻക്വസ്റ്റും തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടവും നടത്തിയത് എന്ന് കേസ് ഡയറിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ബന്ധുക്കൾ എത്തിയത് രാത്രി വളരെ അതായത് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ആണെങ്കിൽ അത് നടന്നത് 14-ാം തീയതിയാണ് നടന്നത്. പക്ഷേ ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞിട്ട് ഈ കണ്ണൂരിലേക്ക് എത്തിയത് 15-ാം തീയതി രാത്രി 11 മണിക്കാണ്. ഏതാണ്ട് 15 മണിക്കൂറിന് ശേഷമാണ് അവർ എത്തിയത്. പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂരിൽ എത്താനുള്ള സമയമാണ് ഇത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർ എത്തിയപ്പോൾ 15 മണിക്കൂർ വൈകി. അതുകൊണ്ടാണ് മറ്റ് ആളുകളുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക സർക്കുലറും ഇക്കാര്യത്തിൽ അവർ ഈ ഡയറിയിൽ പറയുന്നുണ്ട്. അത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തണം എന്നുള്ളതാണ്. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ ഒരു എക്സെപ്ഷണൽ കേസിൽ വേണമെങ്കിൽ നീട്ടിവെക്കാം. പക്ഷേ അതിനപ്പുറം നീട്ടിവെക്കാൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ മുൻകാല സർക്കുലർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ സമയപരിധിക്കുള്ളിൽ തന്നെ ഈ നടപടികളെല്ലാം ഇവർ പൂർത്തിയാക്കിയത്. ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പേ അത് ചെയ്യേണ്ടി വന്ന് ആ സാഹചര്യത്തിലാണ് എന്ന് പറയുന്നു. എന്നിട്ട് വ്യക്തമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്, കോടതി മുമ്പാകെ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ്സ് ആർ കോൺസിസ്റ്റൻറ്റ് വിത്ത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് ആൻഡ് നോ അതർ ഇഞ്ചുറീസ് ആർ സീൻ ഓൺ ദ ബോഡി എന്നുള്ളതാണ്. ശരീരത്തിൽ യാതൊരു പാടുകളോ മറ്റ് കാര്യങ്ങളോ ഇല്ല, പരിക്കുകളോ ഇല്ല. തീർച്ചയായിട്ടും ഇത് ഒരു തൂങ്ങിമരണം തന്നെയാണ് എന്നുള്ള നിഗമനം വ്യക്തമായി രേഖപ്പെടുത്തിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നും ഈ കോടതിയുടെ മുമ്പാകെ ശരിക്കും പ്രതി സ്ഥാനത്ത് വന്ന ആളുകൾക്ക് വേണ്ടി ഹാജരാക്കിയ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നുണ്ട്. അത് കേസ് ഡയറിയിലും അക്കാര്യം വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടും ഉണ്ട്. ഇത് കോടതിയുടെ മുമ്പാകെ വന്നു. കോടതി അക്കാര്യം പരിശോധിക്കുകയും ചെയ്തു. ഡയറിയിൽ സൂചിപ്പിച്ച മറ്റ് ചില കാര്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ വ്യക്തമായും എടുക്കപ്പെടുകയും അത് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യ മഞ്ജുഷയുടെയും നിരുപമ എന്ന 2 മക്കളുടെയും സ്റ്റേറ്റ്മെൻറ്റ് 17/10/2024 തന്നെ എടുത്തു എന്നുള്ളതാണ്. 14-ാം തീയതി ഈ സൂയിസൈഡ് നടക്കുന്നു. 17-ാം തീയതി ഇവരെ സ്റ്റേറ്റ്മെൻറ്റ് ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
2 ഫോണുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ബോഡിയിൽ എങ്ങും തന്നെ ബ്ലഡ് സ്റ്റെയിൻസ് ഇല്ല. അതുപോലെ തന്നെ ആ ബ്ലഡ് സ്റ്റെയിൻസ് ഈ അടിവസ്ത്രത്തിൽ കണ്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു സാധ്യത റിനൽ സ്റ്റോൺ, അതായത് വൃക്കയിലെ കല്ലുകൾ കൊണ്ടോ യൂറിനറി ബ്ലാഡറിൽ നിന്നുള്ള എന്തെങ്കിലും പരിക്കുകൾ കൊണ്ടോ ആകാം അതുണ്ടായത് എന്നുള്ളതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ പോസിബിലിറ്റി ഓഫ് റിന്യൂവൽ സ്റ്റോൺ ഓർ എനി അതർ pathology in the urinary bladder, arterial or urethra can cause bleeding through the external genitalia എന്നാണ് പറയുന്നത്. അതായത് പുറമേ കണ്ട ഈ ബ്ലഡ് സ്റ്റെയിൻസിൻ്റെ കാരണം ഇതുകൊണ്ടാകാം, വൃക്കയിലെ കല്ലുകൾ കൊണ്ടാകാം എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത് പറയുമ്പോൾ 5 സ്വതന്ത്ര സാക്ഷികൾ, റവന്യൂ ഒഫീഷ്യൽസിൻ്റെ സാന്നിധ്യത്തിൽ ആണ് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തിയത് എന്ന വാദവും അവർ ഉയർത്തുന്നുണ്ട്. മഹസർ കൃത്യമായും തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഫോണ്, ഈ കഴുത്തിൽ തൂങ്ങി മരണത്തിന് വേണ്ടി ഉപയോഗിച്ച ചരട് എന്നിവ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോട്ടോകൾ കൃത്യമായും ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ വ്യക്തി നവീൻ ബാബുവിൻ്റെ 2 ഫോൺ നമ്പറുകൾ 9947419446 എന്ന ഫോൺ നമ്പരും 8281040013 എന്ന ഫോൺ നമ്പരും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ പ്രശാന്തിൻ്റെ ഈ ഫോൺ നമ്പറുകളായ 9074969381 എന്ന ഫോൺ നമ്പരും 9497300361 എന്ന ഫോൺ നമ്പരും ശേഖരിച്ചു, അതും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. DVD ശേഖരിച്ചിട്ടുണ്ട്. അത് സംഭവ സ്ഥലത്ത് അന്ന് ആ 14-ാം തീയതി യാത്രയയപ്പ് ചടങ്ങിൻ്റെ DVD ഒരു പ്രൈവറ്റ് ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഈ നമുക്കറിയാം പിന്നെ അന്നത്തെ ചടങ്ങ് ഷൂട്ട് ചെയ്ത് ബോധപൂർവം അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു എന്നുള്ള ആക്ഷേപം നമുക്കുണ്ട്. അത് ദിവ്യ ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപം നിലനിന്നു അന്ന്. അതിനെ സംബന്ധിച്ചിട്ടുള്ള DVDയും കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പോലീസിൻ്റെ വെർഷൻ. അതുപോലെ ഇതിനെ സംബന്ധിച്ച് 2 പേരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ ADM നവീൻ ബാബുവിൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ട്. പ്രശാന്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ട്. പ്രശാന്ത് ഈ പെട്രോൾ പമ്പിന് വേണ്ടി ഹാജരാക്കിയ NOCയുടെ കോപ്പി ശേഖരിച്ചിട്ടുണ്ട്. BPSCLൽ അവർ കൊടുത്ത അപേക്ഷയുടെ പിന്നെ കോപ്പി ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കോട്ടേഴ്സിൻ്റെ 2 കീകൾ, ഒന്ന് ഒറിജിനലും മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റും, അത് 2ഉം ശേഖരിച്ചിട്ടുണ്ട്. 14/10/2024 യാത്രയയപ്പ് ചടങ്ങിൻ്റെ മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. കളക്ടറിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. മുനീശ്വരൻ കോവിലിൻ്റെ CCTVയും റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം പോയതുമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ എല്ലാം ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. രാഷ്ട്രീയ കാരണങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇത് CBIക്ക് വിടണം എന്നുള്ളത് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതല്ല. എക്സെപ്ഷണൽ കേസ് മാത്രമാണ് അങ്ങനെ പോകാറുള്ളത് എന്നീ വിവരങ്ങളാണ് ശരിക്കും പ്രതിഭാഗം കോടതിയിൽ CBIയുടെ എൻക്വയറിയെ എതിർത്തുകൊണ്ട് സമർപ്പിച്ച വാദങ്ങൾ. ഇതെല്ലാം തന്നെ കോടതി പരിഗണിച്ചതിന് ശേഷം കോടതിയുടെ ഫൈൻഡിങ്സും എന്താണ് എന്നുള്ളതാണ് ഇനി അവസാനമായി പറയുന്നത്. കോടതി പറയുന്നത് അന്വേഷണം ശരിയായ നിലയിൽ തന്നെയാണ് നടക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ബന്ധം എന്ന യാഗ കാരണം ഉന്നയിച്ചുകൊണ്ട് ഇത് CBIക്ക് വിടുന്നതിന് യാതൊരു നിയമപരമായ സാധുതയും ഇല്ല. എക്സെപ്ഷണൽ കേസ് മാത്രമാണ് അങ്ങനെ CBIക്ക് വിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് നേരത്തെ സൂചിപ്പിച്ച 6-ൽ പരം കേസുകൾ പിന്നെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ കോടതി ഫൈൻഡിങ് നടത്തിയിട്ടുള്ളതാണ്. അതുപോലെ ഏറ്റവും പ്രോപ്പറായ രീതിയിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് തന്നെ ആ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള കരണീയം. കൂടാതെ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ ഇതിനെ സംബന്ധിച്ച എൻക്വയറി അന്വേഷണത്തിൻ്റെ എല്ലാ സ്റ്റേജുകളും അറിയാൻ ഉള്ള അവകാശം ആർട്ടിക്കിൾ 20-21 പ്രകാരം തന്നെ ഉണ്ട് എന്നുള്ളത് കോടതി പറയുന്നു. അത് നിർമ്മൽ സിംഗ് പിന്നെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിൽ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചിട്ട് കൊണ്ട് തന്നെ ഹൈക്കോടതി പറഞ്ഞു. ഈ വിവരങ്ങൾ ഈ നടക്കുന്ന അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ എല്ലാം തന്നെ കൃത്യമായും എതിർകക്ഷി എന്നുള്ളത് ഇവിടെ പെറ്റീഷണർ മഞ്ജുളയ്ക്ക് നൽകേണ്ടതുണ്ട്.
BNSS അതായത് ഭാരതീയ നാഗരിക വകുപ്പ് പ്രകാരം പഴയ ക്രിമിനൽ പ്രൊസീജിയർ CRPCക്ക് പകരം വന്നതാണ് ഈ BNSS. അതിൻ്റെ പേരിലുള്ള മാറ്റവും ചില മാറ്റങ്ങളുമാണ് അതിൻ്റെ സെക്ഷനിലൊക്കെ വന്നിട്ടുള്ളത്. അത് പ്രകാരം തന്നെ അതറിയാനുള്ള അവകാശം മഞ്ജുഷയ്ക്കുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ടും അറിയിക്കണം എന്നുള്ളതാണ്. അത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്ന BNSSൻ്റെ സെക്ഷൻ 173, 193, 230 സെക്ഷൻ എടുത്ത് കോടതി പറഞ്ഞു. അത് പ്രകാരം ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. അത് കൃത്യമായും കൊടുക്കണം. 90 ദിവസത്തിനുള്ളിൽ തന്നെ അത് കൊടുക്കണം എന്നുള്ളതും കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് പറഞ്ഞത് പോലീസ് റിപ്പോർട്ട്, FIRൻ്റെ കോപ്പി, വിറ്റ്നസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സെക്ഷൻ 230 പ്രകാരം അപേക്ഷയ്ക്ക് അഥവാ അന്വേഷണം നടത്തുന്നത് ഈ മഞ്ജുഷ എന്ന് പറയുന്ന ഈ പെറ്റീഷണറുടെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ എല്ലാം പകർപ്പ് കൊടുക്കുകയും അന്വേഷണത്തിൻ്റെ വിവരം കൃത്യമായിട്ട് അറിയിക്കുകയും വേണം. അതുപോലെ കോടതി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഫെയറായിട്ട് തന്നെ ഇത് ഈ അന്വേഷണം നടത്തണം. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് ഫെയറായിട്ട് തന്നെ ഇത് നടത്തണം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ വളരെ സ്വിഫ്റ്റിയായിട്ട്, വളരെ വേഗത്തിലും അതേപോലെ കാര്യക്ഷമമായും ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടും ഈ അന്വേഷണം നടത്തണം. DIG കണ്ണൂർ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കണം. അദ്ദേഹത്തിന് ഓരോ ഇടവേളകളിലും ഈ അന്വേഷണ റിപ്പോർട്ട് SIT ടീം നൽകുകയും വേണം. മാത്രമല്ല കോടതി എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സൂയിസൈഡ് മാത്രമല്ല ഹോമിസൈഡ് ആണ്, സൂയിസൈഡ് അല്ല ഹോമിസൈഡാണ് എന്നൊരു വാദം ഇവിടെ പെറ്റീഷണർ ഉയർത്തിയിട്ടുണ്ട്, മഞ്ജുള ഉയർത്തിയിട്ടുണ്ട്. ആ ആക്ഷേപം കൂടി SIT അന്വേഷിക്കണം എന്ന് അടിവരയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് സൂയിസൈഡ് എന്നുള്ള രീതിയിൽ മാത്രം അന്വേഷണം ഒതുക്കരുത് എന്നാണ് ചുരുക്കം. മറിച്ച് CBI വേണ്ട എന്ന് കോടതി പറയുന്നുണ്ടെങ്കിലും ഈ അന്വേഷണം നടത്തുമ്പോൾ അത് ഉറപ്പുവരുത്തണം. ഇത് ഹോമിസൈഡ് അഥവാ മറ്റൊരാളാൽ കൊല്ലപ്പെട്ടതാണ് എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരാൻ SITയുടെ അന്വേഷണം ഉണ്ടാകണം. അതുകൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം എന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത് അങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അങ്ങനെ ഒരു ആക്ഷേപം ഉള്ള സ്ഥിതിക്ക് അതും കൂടി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കോടതി ആ അന്വേഷണം വേണമെന്ന് തന്നെ അടിവരയിട്ട് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ കൗസർ എടപ്പകത്ത് എന്ന ജഡ്ജി, ഹൈക്കോടതിയുടെ ജഡ്ജി ഈ വിധി പറഞ്ഞത്. അങ്ങനെ മഞ്ജുഷയുടെ പെറ്റീഷൻസ് കോടതി നിരാകരിക്കുകയാണ് ചെയ്തത്. CBI എൻക്വയറി വേണം എന്നുള്ള പെറ്റീഷനാണ് നിരാകരിച്ചത്. മറിച്ച് ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് കോടതി ഇതിന് തീർപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെതിരായിട്ട് ഇത് സിംഗിൾ ബെഞ്ചിൻ്റെ തീരുമാനമാണ്, ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകും എന്നുള്ളതാണ് വാർത്തകളിൽ കാണുന്നത്. അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിൽ അവർ ഇപ്പോഴും സംശയത്തിലാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല എന്ന് കേരളത്തിലെ പലരും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. അത് നേരെ മറിച്ച് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി എന്നുള്ളത് ചില ആളുകളെങ്കിലും ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. അല്ലെന്നുള്ള വാദഗതികളെക്കാൾ ഏറെ ആണ് എന്നുള്ള വാദഗതിയാണ് ഇപ്പോഴും പ്രബലപ്പെട്ട് നിൽക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ള കോടതി വിധിയുടെ ഒരു നക്ഷലാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇതുപോലുള്ള കോടതി വിധികൾ, പ്രത്യേകിച്ച് നവീൻ ബാബുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോടതിയുമായി ബന്ധപ്പെട്ടുന്ന സംഭവങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.